നേരത്തെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു തായ്ലൻഡ് ചാമ്പയും കൂടെ ഫ്രൂട്ട് ചെയ്തിട്ടുള്ളത്. അതാട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡ്രമ്മിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രമ്മിൽ അത്രയും നമുക്ക് കായ്ഫലം കിട്ടാത്തതുകൊണ്ട് നമ്മളത് മണ്ണിലേക്ക് മാറ്റി നടുക ചെയ്തത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല പൊക്കമായിട്ടുണ്ട്. ഈ തവണ നമുക്ക് നിറച്ച് ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച തായ്ലൻഡ് ചാമ്പയുടെ ഒരു നിറത്തിൽ വ്യത്യാസമുണ്ട്, രുചിയിലും വ്യത്യാസമുണ്ട്. നേരത്തെ അതിൻ്റെ അത്രയും മധുരം ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ നമ്മളിത് തായ്ലൻഡ് ചാമ്പ എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ട് തന്നെ മേടിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് ഒരു 3 വർഷമായി. 1 വർഷം ആകുമ്പോഴത്തേനും തന്നെ ഇത് കായ്ച്ചു തുടങ്ങും. സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിലാണെങ്കിലും നടാം. ഒരുപാട് വലുതാവില്ല എന്നേ ഉള്ളൂ കേട്ടോ, എന്നാലും ഫ്രൂട്ട് കിട്ടും. ഇത്തവണ നമുക്ക് അത്യാവശ്യം നന്നായിട്ടെല്ലാം ഫ്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേയൊക്കെ നമ്മൾ അവിടെ ഇവിടെയും കൊടുത്തു. ഇതുപോലെ ഫ്രൂട്ട് ചെയ്തതും പൂക്കളും ഒക്കെ കുറേ കിളികളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അതേ ഉള്ളൂ. വേറെ വീഡിയോയിൽ കാണാം. ബൈ.